പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 3-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ ഈ മാസത്തിൻ്റെ പുതിയൊരു വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ആഴ്ചവട്ടം ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടെ ജോലി ചെയ്യുവാൻ, യാത്ര ചെയ്യുവാൻ, പഠിക്കുവാൻ, നമ്മുടെ കാര്യാദികളൊക്കെയും കൃത്യനിഷ്ഠയോടെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം കൃപയും ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും നൽകി അതാതിടങ്ങളിൽ കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യം. സെയിന്റ് ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 14 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. യേശു നല്ല ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, ഈ നിലയിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ആവർത്തിച്ച് പറയുന്നു, ഞാൻ നല്ല ഇടയൻ. ഈ നല്ല ഇടയന്റെ ഒത്തിരി പ്രത്യേകതകൾ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് വാഗ്ദത്ത വചനമായി ലഭിക്കപ്പെട്ട വാക്യത്തിൽ വളരെ ഗഹനമായ ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. നല്ല ഇടയനാകുന്ന യേശു തന്നെ അയച്ച പിതാവിനെ അറിയുന്നത് പോലെ, തന്നെ അയച്ച പിതാവ് നല്ല ഇടയനാകുന്ന യേശുവിനെ അറിയുന്നത് പോലെ യേശു തൻ്റെ ആടുകളായ എന്നെയും നിങ്ങളെയും അറിയുന്നു. ആടും ഇടയനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, തിരിച്ചറിവ് ഈ വാക്യത്തിൽ കൂടെ വ്യക്തമാക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളൊക്കെ പുതിയ നിയമ കുഞ്ഞാടുകളാണ്. പരമാർത്ഥത്തിൽ നമ്മളത് തന്നെയാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ തമാശയായിട്ടൊക്കെ ഇത് പറയുന്നെങ്കിലും ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നു. വാസ്തവമായി നല്ല ഇടയനാകുന്ന യേശുവിൻ്റെ ഒരാടാണോ ഞാൻ? ആടാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇടയൻ എന്നെ അറിയുന്നു, ആടാകുന്ന ഞാൻ എൻ്റെ ഇടയനെ തിരിച്ചറിയുന്നു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, അതെ, ഇടയൻ ആടുകളുടെ ശബ്ദം കേൾക്കുന്നു, ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു, അത് തിരിച്ചറിയുന്നു. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ആകുന്നു. നമുക്കറിയാം, 2000-ഓ 3000-ഓ 5000-ഓ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്നും ഉച്ചയ്ക്ക് സ്കൂള് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരേ യൂണിഫോമിൽ ഒരുപോലെ ഓടി വരുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്നും പപ്പ, അമ്മ എന്ന് തന്റെ കുഞ്ഞ് ഇത്രയും കുട്ടികളുടെ ആരവാരവത്തിനിടയിൽ ഉറക്കെ വിളിക്കുമ്പോൾ ആ അമ്മയ്ക്കും അപ്പനും തിരിച്ചറിയാം. എത്ര ബഹളങ്ങളും ഇതുപോലെ എത്ര കുട്ടികൾ തങ്ങളുടെ പേരൻസിനെ വിളിച്ചാലും ഇപ്പോൾ വിളിച്ചത് എന്റെ കുട്ടിയാണ്, ആ കുട്ടി ഇന്ന ദിക്കിൽ നിന്നുമാണ് വിളിച്ചത്, എളുപ്പന്ന് നമ്മുടെ കണ്ണും കാതും ശ്രദ്ധയും ആ സ്ഥലത്തേക്ക് എത്തുന്നു. എന്തുകൊണ്ടാണ്? അതെ, നമുക്ക് നമ്മുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന്റെ ശബ്ദം എവിടെ നിന്ന് കേട്ടാലും തിരിച്ചറിയാം. അങ്ങനെയെങ്കിൽ ദൈവ പൈതലെ, ഇന്ന് യേശുപ്പച്ചനാകുന്ന നല്ല ഇടയന്റെ ഒരു ആടാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മൾ ഈ ഭൂമിയുടെ ഏത് കോണിൽ നിന്ന് നിലവിളിച്ചാലും വ്യക്തമായി തിരിച്ചറിയുന്ന, അത് മനസ്സിലാക്കുന്ന, ആ വിളിയുടെ ആഴവും അർത്ഥവും അതിന്റെ ആവശ്യകതയും വ്യക്തമായി അറിയാവുന്ന ഒരു നല്ല ഇടയനാകുന്ന യേശു ജീവിക്കുന്നു. ജീവിതത്തിന്റെ വിവിധങ്ങളായ ഭാരങ്ങളിൽ വിഷമത്തോടെ, സങ്കടത്തോടെ,
ഈ തിങ്കളാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, സഹോദരി, സഹോദരങ്ങളെ, നിങ്ങൾ ഉള്ളം നൊന്ത് നമ്മുടെ നല്ലയിട എന്ന യേശുവിനോട് പങ്കുവെക്കുക. നിശ്ചയമായും നിങ്ങൾ കരഞ്ഞത് എന്തിനാണെന്ന് യേശുവിനറിയാം. നിങ്ങളുടെ കണ്ണ് കലങ്ങുന്നത് എന്തിനാണെന്ന് യേശുവിനറിയാം. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടത് എന്തിനാണെന്ന് കർത്താവിനറിയാം. നിങ്ങളുടെ ഉള്ളിലെ ഭാരം, അത് പറയുന്നത് പറയാത്തത്, പറയാൻ പറ്റാത്തതുപോലെ ഉള്ളിലിരുന്ന് വിങ്ങുന്നത്, അതെ, ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തില്, അതെ, ചുണ്ടുപോലും അനങ്ങാതെ വണ്ണം വെറും ചലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥനയുടെ അർത്ഥം ഹല്ലേലൂയ ഏലി പുരോഹിതന് മനസ്സിലായില്ലെങ്കിൽ, അതെ, ഹന്നയെ കൃത്യമായി അറിയാവുന്ന, മനസ്സിലാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതെ, ആ പ്രാർത്ഥനയുടെ ഫലമാണ് ശമൂവേൽ പ്രവാചകൻ, പുരോഹിതൻ, ന്യായാധിപനായി ഇസ്രായേൽ ചരിത്രത്തിലെ ആദ്യത്തെ 2 രാജാക്കന്മാരെ വാഴിക്കുവാൻ ദൈവം നിയോഗിച്ച ശമൂവേൽ പുരോഹിതൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വേദന, നമ്മുടെ സങ്കടം ആരോടും പറഞ്ഞാൽ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുകയില്ല. നമ്മുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ പറ്റുകയില്ല. ആരോപണങ്ങളും ആരോപണ ശരങ്ങളും നമുക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് പറയുവാൻ ഒരിടമുണ്ട്, കരയുവാൻ ഒരിടമുണ്ട്. നമ്മളെ കേൾക്കുന്ന, നമ്മുടെ വേദന തിരിച്ചറിയുന്ന ഒരു നല്ല ഇടയനാകുന്ന യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? നിങ്ങളുടെ സങ്കടം എന്താണ്? നിങ്ങളുടെ വേദന എന്താണ്? നല്ല ഇടയനാകുന്ന യേശുവിനോട് പറ. ആ യേശു പറ്റില് നമ്മുടെ നിലവിളിയുടെ അർത്ഥം കൃത്യമായി മനസ്സിലാകും. നിങ്ങൾക്ക് പറയുവാൻ പറ്റാതെ ഗദ്ഗതത്തിലായിരിക്കുന്നുവോ, വാക്കുകൾ മുറിഞ്ഞു പോകുന്നുവോ? ഹല്ലേലൂയ, മതി. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനും മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനുമായ ദൈവം. നിങ്ങൾക്കെതിരെ ആരെല്ലാം ഏതെല്ലാം നിലകളിൽ വാടകോരിയാലും അതിന്റെ മധ്യേ ജയോത്സവമായി നിർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം എന്റെയും നിങ്ങളുടെയും നല്ല ഇടയനാകുന്ന യേശു ആകട്ടെ. ആ യേശുവിനെ യഥാർത്ഥ ഇടയനായി സ്വീകരിച്ചുകൊണ്ട് ദൈവകൃപയോടെ മുന്നേറുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. പ്രിയ ദൈവജനമേ, ആകയാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് നൽകുന്ന സന്ദേശം, എന്റെ ശബ്ദം, എന്റെ കരച്ചിൽ, എന്റെ സങ്കടം, എന്റെ വേദന എന്റെ ഇടയനാകുന്ന യേശു കേട്ട് തിരിച്ചറിയണം. അതെ, ആ യേശു ആകുന്ന നല്ല ഇടയൻ, മകനെ, മകളെ, നീ എന്റെ ആടാണ്, നിനക്ക് വേണ്ടത് ഞാൻ വേണ്ട സമയത്ത് നൽകി തരും എന്ന് നമ്മോട് പറയുമ്പോൾ അത് തിരിച്ചറിയാൻ എനിക്ക് നിങ്ങൾക്കും ആ ഇടയനുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഞാനും എന്റെ ഇടയനുമാകുന്ന ബന്ധം എങ്ങനെയുണ്ട്? അതെ, നാം നിലവിളിച്ചാൽ ഇടയൻ കേൾക്കുമോ? കേട്ടാൽ ശബ്ദം തിരിച്ചറിയുമോ? ഇടയൻ നമ്മളെ ആശ്വസിപ്പിച്ചാൽ, പോംവഴി പറഞ്ഞു തന്നാൽ അത് കേൾക്കുവാൻ, തിരിച്ചറിയുവാൻ നമ്മൾക്ക് കഴിയുമോ? ഇതിനൊരൊറ്റ സൂത്രവാക്യമേ ഉള്ളൂ, ഞാനും എന്റെ നല്ല ഇടയനാകുന്ന യേശുവുമായിട്ടുള്ള വ്യക്തിബന്ധം. ആ വ്യക്തിബന്ധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ പുതിയ ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കുക. നിയമക്കുരുക്കുകൾ, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, സാമ്പത്തിക ആവശ്യങ്ങൾ, ആരോഗ്യ ആവശ്യങ്ങൾ പലത് നമ്മുടെ മുമ്പിലുണ്ട്. സകലത്തിനും ഈ നല്ല ഇടയൻ മതിയായവനാ. ആ ഇടയനെ പരിപൂർണമായി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് നമ്മെ തന്നെ ദൈവവരങ്ങൾ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ഇടയനാകുന്ന യേശു കർത്താവേ, ഈ പുത്തൻ മാസത്തിന്റെ പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിനായി സ്തോത്രം. ഞാൻ നല്ല ഇടയനാകുന്നു പറഞ്ഞ യേശുവിന്റെ നല്ല ആടുകളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങൾ കൂട്ടം തെറ്റുന്നവരാ. എല്ലാ നന്മകളും സുരക്ഷിതത്വവും അനുഭവിച്ചിട്ടും വഴിമാറി സഞ്ചരിക്കുന്നവരാ. എന്നാൽ പിന്നെയും അവിടുത്തെ സ്നേഹം ഞങ്ങളെ മാടി വിളിക്കുന്നല്ലോ. ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ നിലവിളിയുടെ ശബ്ദം അവിടുന്ന് കേൾക്കുവാൻ, അത് തിരിച്ചറിയുവാൻ, ഞങ്ങൾ അങ്ങയുടെ കൂട്ടത്തിൽ തന്നെ ആകുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുമ്പോൾ സ്വാന്തന സ്വരം ഞങ്ങൾക്ക് കേൾക്കുവാൻ, അതിൻ പ്രകാരം ജീവിപ്പാൻ
ഞങ്ങളും അങ്ങയുമായിട്ടുള്ള ബന്ധം ഒരു വിധത്തിലും വിച്ഛേദിക്കപ്പെടാതെ ദൈവകൃപയോടെ ജീവിപ്പാൻ സഹായിക്കണം. നീ ദൈവജനം കേട്ട എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം. അവരുടെ ഭാരങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അവിടുന്ന് അറിയുന്നു. നല്ല ഇടയനാകുന്ന യേശു കുഞ്ഞാടാകുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് തന്റെ കൃപയോടെ അനുഗ്രഹിച്ച് നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നല്ല ഇടയനാകുന്ന യേശുവിന്റെ ഒരു നല്ല ആടായി നമ്മുടെ ശബ്ദം നല്ല ഇടയനാകുന്ന യേശു തിരിച്ചറിയട്ടെ. യേശുവിന്റെ സ്വാന്തനത്തിന്റെ ശബ്ദം ഈ ആടാകുന്ന ഞാനും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയട്ടെ. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി യേശുവിന്റെ നല്ല കുഞ്ഞാടായി നിത്യതയിൽ പ്രവേശിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളങ്ങി. ഗോഡ് ബ്ലെസ് us all.